പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണ്. എവിടെ നോക്കിയാലും പ്രവാചക പ്രകീർത്തനങ്ങൾ കേൾക്കുന്ന ഒരു സമയം. എന്തായാലും എൻ്റെ കൂടെ ഉള്ളത് ഒരാൾ ഇർഫാൻ, മറ്റത് അഷർ. രണ്ടുപേരും പ്രവാചക പ്രകീർത്തനങ്ങൾ ചൊല്ലുന്ന പാട്ട് പാടുന്ന ആളുകളാണ്. ഇവരുടെ പാട്ട് ഒരിക്കലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്തായാലും ഇവരെ നേരിട്ട് കിട്ടാൻ കുറച്ച് ദിവസമായി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നാണ് ആ ഒരു അവസരം ഒത്തു കിട്ടിയത്. എന്തായാലും നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം, ഇവരുടെ പാട്ടുകൾ കേൾക്കാം, ഇവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഒന്ന് സ്വയം പരിചയപ്പെടുത്തുണ്ടായിരുന്നു. എന്റെ പേര് ഇർഫാൻ എന്നാണ്. ഇവിടെ ചാവക്കാട് ഒരുമനൂര് വക്കണം. അപ്പുറത്ത് ഹഷർ, മുഹമ്മദ് ഹഷർ. എത്ര വേദികളിൽ നിങ്ങൾ ഇതുവരെ പാടിയിട്ടുണ്ട്? കുറെ പാടിയിട്ടുണ്ട്. വേദികളൊന്നും എണ്ണീട്ടൊന്നുമില്ല, കുറെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ഒരു 2 വരി പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങാം. കാരണം കുറെ ആളുകൾ ഇപ്പൊ ഇർഫാന്റെ പാട്ട് കേൾക്കാത്ത ആളുകളുണ്ടാവും, ഹഷറിന്റെ പാട്ട് കേൾക്കാത്ത ആളുകളുണ്ടാവും. അപ്പൊ ഒന്ന് മൈക്കൊന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാളെയും പാട്ട് കേൾക്കും. ഒന്ന് സെൻട്രലായിട്ട് പിടിച്ചിട്ട് പാടിക്കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ മതി. നമുക്കൊന്ന് ആദ്യം 2 വരി ഒന്ന് പാടി നോക്കാം. ഓക്കെ. ശറഫൂറ്റ ഖുറൈശിയിൽ പിറந்தவர் ഹാഷിമിൽ ശുഹ്റായ മഹമൂദർ വരുണ്ടല്ലോ. ത്വഹ ശൗക്കോടെ പുതുമരെ ചമേന്തുവല്ലോ. ശറഫൂറ്റ ഖുറൈശിയിൽ പിറந்தவர் ഹാഷിമിൽ ശുഹ്റായ മഹമൂദർ വരുന്നുണ്ടല്ലോ. ത്വഹ ശൗക്കോടെ പുതുമരൻ ചമേന്തുവല്ലോ. അറബിലും ബദറേ ആജമിലും ശുഹറേ ആരംഭത്തറവട്ടിലുദിത്തനൂറേ ആറ്റലായ ത്വാലിബ് എടുത്ത ഖൈറേ. അറബിലും ബദറേ ആജമിലും ശുഹറേ ആരംഭത്തറവട്ടിലുദിത്തനൂറേ ആറ്റലായ ത്വാലിബ് എടുത്ത ഖൈറേ. ഇർഫാൻ എത്രയിലാണ് പഠിക്കുന്നത്? ഇപ്പോ 8ല്. ഹഷറ് 9th. അപ്പം ഈ 8ാം ക്ലാസ്സിലെത്തി നിങ്ങൾക്ക് എത്ര വേദിയിൽ പാടിയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഓർമ്മയില്ല. അതായത് ഒരുപാട് വേദികളിൽ ഇവർ പാടിയിട്ടുണ്ട്, ഒരുപാട് പരിപാടികളിൽ ഇവർ പാടിയിട്ടുണ്ട്. SSFന്റെ സാഹിത്യോത്സവിലൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? പുറത്തൊക്കെ പോയിട്ട് പാടിയിട്ടുണ്ടോ? അതായത് ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല. പോവാൻ നിൽക്കുകയാണ്. എന്നാ പോകുന്നത്? 27 രണ്ടുപേരും പോകുന്നുണ്ട്. എത്ര പാട്ട് അറിയാം? ഇതുപോലെ പ്രവാചക പ്രകീർത്തനങ്ങൾ കാണാതെ അറിയുന്ന എത്ര പാട്ടുകളുണ്ട്? കുറെ ഉണ്ട്. ഒരുപാട് പാട്ടുകൾ, പ്രവാചക പ്രകീർത്തനങ്ങൾ കാണാതെ ചൊല്ലാൻ ഇവർക്ക് 2 പേർക്കും കഴിയും. ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം മുന്നെയാണ് ഇവരുടെ ഒരു പരിപാടി നേരിട്ട് കാണാനിടയായത്. അതിനുശേഷം ഞാൻ പലപ്പോഴും ഇവരെ കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ നമ്മൾ കണ്ടുമുട്ടി അല്ലേ? ഒമാനില് പോകുന്നു എന്ന് പറഞ്ഞു 27-ാം തീയതി. എത്ര ദിവസത്തെ പ്രോഗ്രാം ഉണ്ട്? 3 ദിവസം 2 ദിവസം വരും. ഒരാൾ 8ലും ഒരാൾ 9ലാണ്. എന്തായാലും ഇവരുടെ പാട്ടൊക്കെ കേട്ടിട്ട് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? എല്ലാം ഇഷ്ടമാണ് അല്ലേ? എന്നാലും കുറച്ച് ഉറക്കെ പറഞ്ഞാൽ നല്ലതാണ്. പലകാതം പാടി വെക്ക നമുക്ക്.
പലകാതം മകളെ നിറഹരിതമയും ചൂടും തിരുറൗലാത്തനിലെ അധിപതിയെ നബിയെ തിരുമദ്ഹാൽ പൂങ്കുയിലും പാടും നീ പൂങ്കാറ്റും ഗുരുനബി മാതൃകാ ചരിതം മൃദുവായി ചാരുതാപരിതം ഭുവനമിലേ മലരും മധുശലഭമിതാ ഹിതമായി മദനാലേ നിജമായി ശരഫാലേ ഗുരുവേ കൃപേഗോ നബിയാ നൂറല്ലാ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് തോമസ് എങ്ങണ്ടിയൂര്. ഹാഷർ എവിടെ പഠിക്കുന്നു? IDC. എവിടെ? ഒറ്റത്തെങ്ങ്. 9 അല്ലേ? മദ്രസയിൽ എവിടെ പഠിക്കുന്നു? അവിടെ സ്കൂളിൽ തന്നെ. ഇർഫാനോ? വീടിനടുത്ത്. എന്താണ് ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ, നല്ല ചെറുപ്പത്തിൽ തന്നെ പാട്ടൊക്കെ പാടാൻ വേണ്ടി ആരെങ്കിലും പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, സുബൈദ. ടീച്ചർ ആദ്യം പാട്ട് പാടുന്നുള്ള കണ്ടുപിടിച്ച ടീച്ചറാണ്. സ്കൂള് തലത്തിലൊക്കെ വല്ല മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്? കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഏത് തരത്തിലുള്ള പാട്ടുകളാണ് പാടാറുള്ളത്? മധുഹന്നാണ് പാടാറുള്ളത്. ഈ ഹാഷറോ സ്കൂളിലൊക്കെ പാട്ടുകളൊക്കെ പാടാറുണ്ട്? ഇത് ഈ പ്രവാചകനെ കുറിച്ചുള്ള പാട്ടുകൾ തന്നെയാണ് പാടാറുള്ളത്. ഇപ്പം ഈ റബീഉൽ അവ്വൽ മാസമായിട്ട് സത്യത്തില് എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ടോ? എല്ലാ ദിവസവും പാടാൻ പോകുന്നുണ്ടോ? ഒരു ദിവസം ഇല്ലെങ്കിൽ ബാക്കിയുള്ള 2-3 ദിവസം പരിപാടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉറക്കമൊക്കെ നടക്കുന്നുണ്ട്? രാത്രിയിലല്ലേ പ്രോഗ്രാമിനൊക്കെ പോകാറുള്ളത്? ഒരു 4 മണിക്കൊക്കെ പുലർച്ചെ വൈകുന്നേരം 4 മണിക്ക് പോകും. തിരിച്ചെപ്പോഴാ വീട്ടിലെത്തുക? 12 മണി 1 മണി. അതെ. രണ്ടുപേർക്കും ഭയങ്കര ഡിമാൻഡൊക്കെ ഉള്ള ആളുകളാണ്. കാരണം ഇവര് പറഞ്ഞില്ല, രാവിലെ വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തുന്നത്. പകലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. അപ്പൊ ഈ സ്കൂളിലും മദ്രസയിലൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. ഇപ്പം റബീഉൽ അവ്വൽ 12, അടുത്ത് റബീഉൽ അവ്വൽ മാസമാണ്. 12 നബിദിനൊക്കെയാണ് വരാൻ പോകുന്നത്. ഈ നബിദിനത്തിന്റെ അന്ന് എവിടെയാണ്? ഇവിടെ സ്ഥലത്തുണ്ടോ അതോ പുറത്താണോ? ഇവിടെ ഉണ്ട്. നാട്ടില് നബിദിനം നാട്ടിൽ ആഘോഷിക്കാനാണോ പരിപാടി? അങ്ങനെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതോ പുറത്തു പോകും ഇനി? ഇല്ല, ഉണ്ട്. ആരൊക്കെ ഉസ്താദുമാരൊക്കെയാണ്? പിന്നെ റഹ്മാൻ ഉസ്താദ്, ഫത്താ ഉസ്താദ്. വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള പ്രോത്സാഹനങ്ങളൊക്കെ ഇല്ലേ ഈ പാട്ട് പാടുന്ന കാര്യത്തിലൊക്കെ? അപ്പൊ നമുക്ക് ഇനി ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം. സ്വർമ വരച്ചൊരു കണ്ണാണ്, നല്ല സുന്ദര പൂവാണ്, സുന്ദരി ബീവി ഖദീജയ്ക്കു കിട്ടിയ ആറ്റക്കനിയാണ്, മുഹമ്മദ് മുസ്തഫ നൂറാണ്. സുർമ വരച്ചൊരു കണ്ണാണ്, നല്ല സുന്ദര പൂവാണ്, സുന്ദരി ബീവി ഖദീജയ്ക്കു കിട്ടിയ ആറ്റക്കനിയാണ്, മുഹമ്മദ് മുസ്തഫ നൂറാണ്. അറിവിൻ മദീനയാണ്, അറിവിൻ നിധിയാണ്, അറിവിൻ മദീനയാണ്, അറിവിൻ നിധിയാണ്, അദബ് കൊണ്ട് കസവുടുത്ത രാജാവാണ്, രാജാവാണ്. സുർമ വരച്ചൊരു കണ്ണാണ്, നല്ല സുന്ദര പൂവാണ്, സുന്ദരി ബീവി ഖദീജയ്ക്കു കിട്ടിയ ആറ്റക്കനിയാണ്, മുഹമ്മദ് മുസ്തഫ നൂറാണ്. കാലം മറന്നിടാത്ത പഞ്ചാമൃതം, കാതങ്ങൾ താണ്ടി ഹക്ക് നട്ട കനിവിൻ പദം,
കാലം മറന്നിടാത്ത പഞ്ചാമൃതം കാതങ്ങൾ താണ്ടി ഹക്ക് നട്ട കനിവിൻ പദം കണ്ണീരണിഞ്ഞോർക്ക് അഭയത്തിൻ വാതി കണ്ണാലെ കണ്ടോർക്ക് പിരിയുമ്പോടാതെ കണ്ണീരണിഞ്ഞോർക്ക് അഭയത്തിൻ വാതി കണ്ണാലെ കണ്ടോർക്ക് പിരിയുമ്പോളാതെ ബഷറാ ബഷറാണ് ലക്കൽ ബഷരീ ബദ്റാ ബദ്റാബൽ അൻവർ മിനൽ ബദ്രീ സുർമ വരച്ചൊരു കണ്ണാണ് നല്ല സുന്ദര പൂവാണ് സുന്ദരി ബീബി ഖദീജയ്ക്കു കിട്ടിയ ഒറ്റക്കനിയാണ് മുഹമ്മദ് മുസ്തഫ നൂറാണ്. ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പം ഈ പ്രോഗ്രാമിനൊക്കെ പോയി തുടങ്ങി എന്ന് പറഞ്ഞല്ലോ, എത്ര നാളായി ഇപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? ഇത് ഒരു വർഷമായിട്ടുള്ളൂ. ഒരു വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പൊക്കെ സ്കൂളിലും മദ്രസയിലൊക്കെ പരിപാടികളിൽ പാടും അല്ലെ? ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടൊരു വർഷമായിട്ടുള്ളൂ. ഈ ഒരു വർഷത്തിനുള്ളില് എത്ര വേദിയാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഓർമ്മയില്ല. എന്തായാലും പാടിയിട്ടുണ്ടോ? ഉണ്ടാവും. ഓക്കെ. പൊതുവെ പരിപാടികൾക്കൊക്കെ ഇപ്പം ഡിമാൻഡ് കൂടിയിട്ടുണ്ടോ? കൂടുതൽ പരിപാടികൾക്കൊക്കെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എവിടുന്നൊക്കെ വിളിക്കാറുള്ളത് പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട്? ഈ ലക്ഷദ്വീപ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒന്നും ദിവസം പിന്നെ പരിപാടിയൊക്കെ ഏറ്റ ഡേറ്റ് കാരണം അടുത്തേല് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പ്രോഗ്രാമിലാ പാടാൻ പോകാറുള്ളത്? ഇങ്ങനത്തെ വേദികളും പിന്നെ സാഹിത്യോത്സവം, കലോത്സവം അതിലൊക്കെ പോവാറുണ്ട്. ഈ പ്രവാചക പ്രകീർത്തനങ്ങൾ മാത്രമാണോ അതോ മറ്റ് മാപ്പിളപ്പാട്ടുകളൊക്കെ പാടാറുണ്ടോ? മാപ്പിളപ്പാട്ട് പാടാറുണ്ട്. സിനിമ ടച്ച് അങ്ങനത്തെ ഇല്ല. ഈ ഏത് മാപ്പിളപ്പാട്ട പാടിയിട്ടുള്ള ഒരു നല്ല മാപ്പിളപ്പാട്ട് പാടാൻ പറ്റുമോ? ഓക്കെ. ചുങ്കയലേ മോല സുഗന്ധരമേന് വിഹാല ആ ചെന്താരമായി ജ്വാല ഫിറേന്താറ്റലേ ഹസൻ ബാല തുതിയതനുടെ ഫിരുമ ചിങ്കരാജ പുലിയാര അലി ഹൈദർ ഗുരു മഹദാര ചിന്തബാജ മുതിയോര ഇറെ മഹക്കടൽ പതിപ്പുകെന്തൊരു നൂറ ശുഹ്റത്തിൽ ശുജായത്തിൽ നേനമലിഫുടെ സുബർഗത്തിൻ സമൃദ്ധത്തിൻ മഹിതമീമുടെ പങ്കനം മധുരോഹായേ യാസീൻ സല്ലല്ലാഹ് മദിനൂറിനാലകം നേരാണേ ഇരുൾ താരിലും പുകൾ പേരാണേ മദഹാലെ പുകൾവാലെ മദഹാൽ പുകൾവാൽ മസിലായ് ചുങ്കയലേ മോല സുഗന്ധരമേ നബികാല. എന്തായാലും എന്റെ കൂടെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇവരെ കുറച്ച് നാളായിട്ട് അന്വേഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളൊക്കെ ഒരു പക്ഷേ ഇവരുടെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു വർഷമായിട്ട് ഇവര് പ്രോഗ്രാമുകളിലേക്കൊക്കെ പാടാൻ പോകാറുണ്ട്. പ്രവാചക പ്രകീർത്തനങ്ങൾ പാടുന്ന ആളുകളാണ്. എന്തായാലും ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമായിട്ട് തന്നെ ഇവരെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരുപാട് സ്ഥലത്തുനിന്ന് ഇവരുടെ പാട്ട് കേൾക്കുന്നതിന് വേണ്ടി ആളുകൾ ഇവരെ പ്രോഗ്രാമിലേക്കൊക്കെ വിളിക്കുന്നു, ഇവർ പാടാൻ പോകുന്നു. പക്ഷെ ഇപ്പോ ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ കുറച്ച് പ്രോഗ്രാം ഏറ്റു, അതിന്റെ ഭാഗമായിട്ട് പുറത്തുനിന്നൊക്കെ വരുന്ന ചില വിളികളൊന്നും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് പോവുകയാണ്, ഒരു പരിപാടി അവതരിപ്പിക്കാൻ പോവുകയാണ്. രണ്ടുപേരും ചാവക്കാട് ഒരുമനയൂര് സ്വദേശികളാണ്. ഞാനിവരെ ഈ റബീഉൽ അവ്വൽ മാസമായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് കണ്ടതാണ്. എന്തായാലും നമുക്ക് ഒരു നല്ലൊരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അരികെ വന്നാലും പൂരണപ്പൂവേ അഖില വിജയത്തിൻ കാരണമല്ലേ വിരിയുമാ സ്നേഹലോചനമെന്റെ ഹൃദയമുണരാൻ ഉദിക്കുന്നതല്ലേ അരികെ വന്നാലും പൂരണപ്പൂവേ അഖില വിജയത്തിൻ കാരണമല്ലേ
വിരിയുമാ സ്നേഹലോചനമെന്റെ ഹൃദയമുണരാൻ ഉദിക്കുന്നതല്ലേ മുത്തത്വാഹ മുസമ്മിൽ നിലാവേ നിത്യ സ്വർഗീയ പരിമളമല്ലേ മുത്തത്വാഹ മുസമ്മിൽ നിലാവേ നിത്യ സ്വർഗീയ പരിമളമല്ലേ സത്യ സൗഭാഗ്യ കൈ തന്നുമില്ലേ രക്ഷ തന്നാലും മരതകക്കല്ലേ സത്യ സൗഭാഗ്യ കൈ തന്നുമില്ലേ രക്ഷ തന്നാലും മരതകക്കല്ലേ സ്നേഹമുല്ലേ സ്വർഗീയ താരമല്ലേ എല്ലാവർക്കും കാവലല്ലേ രാജരല്ലേ പ്രഭാവദന സിർവേ സഹായ സർവലോകം അങ്ങേക്കുള്ളതല്ലേ അരികെ വന്നാലും പൂരണപ്പൂവേ അഖില വിജയത്തിന് കാരണമല്ലേ വിരിയുമാ സ്നേഹലോചനമെന്റെ ഹൃദയമുണരാൻ ഉദിക്കുന്നതല്ലേ